ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ സർക്കാരിന് വിമർശനവുമായി കോൺഗ്രസും ബി.ജെ.പിയും. തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാനാണ് നീക്കമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. തന്ത്രിയുടെ അറസ്റ്റിൽ സംശയമുണ്ടെന്നായിരുന്നു ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. കുറ്റവാളികൾ ആരായാലും നിയമത്തിന് മുന്നിൽ വരണമെന്നാണ് സി.പി.ഐ.എം നിലപാട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റ് മുൻ ദേവസ്വം മന്ത്രിയെ രക്ഷപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് കോൺഗ്രസ് ആരോപണം. അന്വേഷണം എല്ലാവരിലേക്കും എത്തണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ജയിലിൽ കിടക്കുന്ന CPIഎമ്മിന്റെ 3 നേതാക്കളും തന്ത്രിയും മാത്രമാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് K മുരളീധരൻ. മന്ത്രിമാർ അടക്കമുള്ള എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് രമേശ് ചെന്നിത്തല. ഈ കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ആരാണെങ്കിലും നിയമാനുസൃതമായ നടപടികൾ വിധേയരാകേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അയ്യപ്പൻ്റെ സ്വത്ത് കൊള്ളയടിച്ച ആ കേസിൽ ഉൾപ്പെടേണ്ടവരെല്ലാവരിലേക്കും അന്വേഷണം എത്തണമെന്നാണ് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത്. ഇനിയും അന്വേഷണം പലരിലും എത്തേണ്ടതായിട്ടുണ്ട്, സ്വകാര്യമായിട്ട് ചോദ്യം ചെയ്തോളൂ ഉൾപ്പെടെ. ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 3-4 പേരും തന്ത്രിയും ചേർന്നാൽ എല്ലാമായി എന്നാണ് ഗവൺമെൻറ് കരുതുന്നതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല. എല്ലാം തന്ത്രിയിൽ അവസാനിപ്പിക്കാം എന്ന് സർക്കാർ കരുതണ്ട. അറസ്റ്റിന് പിന്നാലെ BJP നേതാക്കൾ തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിലെത്തി. തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ചോദ്യം. തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു, മന്ത്രിനെ ചോദ്യം ചെയ്യുന്നു. തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു, മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇത് അല്ല, ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാളോട് ചോദിക്കണം, ആരുടെ ഉത്തരവാദിത്തമാണത്? ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമല്ലേ? അതേസമയം അന്വേഷണം ശരിയായ ദിശയിലാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIഎം. ആരാണോ കുറ്റവാളി അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന CPIഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. SIT കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ. അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അവരെല്ലാം അറസ്റ്റ് ചെയ്യാലോ. ഇപ്പൊ തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്തു. തന്ത്രിയെ പിടിക്കാൻ പാടില്ലെന്നാ. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.